കണ്ണൂർ കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടം. തളിപ്പറമ്പ് ഭാഗത്തുനിന്നും കണ്ണൂരിലേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അർജുൻ കല്യാട് ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. അർജുൻ, നമുക്ക് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നു? ബസ് മറിഞ്ഞു, 50ഓളം യാത്രക്കാരുണ്ടായിരുന്നു, ആർക്കും ഗുരുതര പരിക്കില്ല എന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. ഇപ്പോൾ എന്താണ് നമുക്ക് അറിയാനാകുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ഗുരുതരമായ പരിക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മറിഞ്ഞ് വീണ ബസ്സും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയെല്ലാം വളരെ സുരക്ഷിതമായി ഈ പറയുന്ന അതായത് ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് എവിടെ ഉണ്ടായിരുന്നു കേട്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. ഈ കടയിൽ, ഇതിന് തൊട്ടടുത്തൊരു കടയുണ്ട്. ഈ കടയിലെ ചേട്ടനോട് ചോദിക്കുക, അവർക്കായിരിക്കും ഇതിനകത്ത് കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ചേട്ടാ, ഇത് എന്തേലും സംഭവിച്ചത്? ശരിക്കും എനിക്ക് അറിയില്ല. നമ്മളുണ്ടേ മാത്രം ഒരാൾ ക്രോസ് ചെയ്തിരുന്നു. അപ്പൊ ചവിട്ടിയാണ് തിരിഞ്ഞു വന്ന് അങ്ങനെ പറ്റിയ അങ്ങനെ പറഞ്ഞു. ബസ്സിലെ ആ സമയത്ത് നിറയെ ആളുണ്ടായിരുന്നു? കുറച്ചാള് ഇല്ല, ഫുള്ളായിട്ടില്ല. ആ സമയത്ത് തന്നെ ആളുകളൊക്കെ കൂടി പോയി ഗ്ലാസ്സിൽ പൊളിച്ച് കൊണ്ടുപോയി. ഈ പറഞ്ഞ ഒരാള് ഇത് റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ബസ് ചവിട്ടി അങ്ങനെയാ പറ്റിയത് തോന്നുന്നു എനിക്ക്. അയാൾ ഞാൻ ചെറിയ ഗ്യാപ്പ് രക്ഷപ്പെട്ടതാ. അയാൾ റോഡിൽ ഉണ്ടായത്. അതായത് ഈ പറയുന്ന അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടനാണ് പറഞ്ഞത്. ഒരാൾ റോഡ് ക്രോസ് ചെയ്തതായിരുന്നു. ആ സമയത്ത് ബസ് അയാൾക്ക് അപകടം സംഭവിക്കാതിന് വേണ്ടി ബ്രേക്ക് പിടിച്ചതാണ്. ഇത്തരത്തിൽ ബസ് തെന്നി മാറി ഇങ്ങനെ ഒരു അപകടം വരാൻ കാരണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇവിടെ പരിക്കേറ്റ ആളുകളെയൊക്കെ ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ടീമൊക്കെ എത്തി ഈ റോഡിൽ നിന്നും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 2 യൂണിറ്റ് തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള യൂണിറ്റാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ബസ് മറിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ അർജുൻ കല്യാട് എത്തിയിരിക്കുന്ന. ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പെട്ടെന്നൊരാൾ ക്രോസ് ചെയ്തപ്പോൾ ബ്രേക്ക് പിടിച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷി പറയുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 50ഓളം പേരെങ്കിലും ആ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാനാകുന്നത്. ഒരു ഗതാഗത തടസ്സം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഒഴിവാക്കി.